വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2025-26 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഇൻഫർമേഷൻ കോളം ബി ടു മാച്ച് കോളം എ ആൻഡ് സെലക്ട് ദ ഓപ്ഷൻസ്. എയും ബിയും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴെ കാണിച്ച ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ഓർഡറിൽ വരുന്നതെന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ കോളത്തിൽ തന്നിരിക്കുന്നത് വൈക്കം അബ്ദുൽ ഖാദർ, പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, ഇത്രയാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബി കോളത്തിൽ ദ വില്ലുവണ്ടി സ്ട്രൈക്ക്, കണ്ണാടി പ്രതിഷ്ഠ, സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ, പ്രത്യക്ഷ രക്ഷ, ദൈവസഭ, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിൽ വൈക്കം അബ്ദുൽ ഖാദർ ഏതാണ്? സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. മൂന്നാമത്തെയാണ് പൊയ്കയിൽ യോഹന്നാൻ, പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ. നാലാമത്തെയാണ് അയ്യങ്കാളി ദ വില്ലുവണ്ടി സ്ട്രൈക്ക്, വൈകുണ്ഠസ്വാമികൾ, കണ്ണാടി പ്രതിഷ്ഠ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ എ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. എ 3, ബി 4, സി 1, ഡി 2. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫാക്ട്സ് റിലേറ്റഡ് ടു ദ പുന്നപ്ര വയലാർ സ്ട്രഗിൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പുന്നപ്ര വയലാർ സ്ട്രഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റ് ഏതാണ്? അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾസൊക്കെ നോക്കിയിട്ട് പോവുക. സ്ട്രഗിൾസിലൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഫാക്റ്റൊക്കെ തന്നിട്ട് അതേത് സ്ട്രഗിളുമായി ബന്ധപ്പെട്ടത് ഏത് ഫാക്റ്റാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പുന്നപ്ര വയലാർ സ്ട്രഗിളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഫാക്ട്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത്, എ സ്ട്രഗിൾ ലെഡ് ബൈ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ 1946. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത് ലീഡ് ചെയ്തത്, ഈ സ്ട്രഗിൾ ലീഡ് ചെയ്തത്. എഗെയിൻസ്റ്റ് ദ ടൈറനി ഓഫ് CP രാമസ്വാമി അയ്യർ, ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ്. 3 ലെഡ് ബൈ K കേളപ്പൻ ആൻഡ് മന്നത്ത് പത്മനാഭൻ. ഫോർത്ത്, ദ സ്ട്രൈക്ക് സ്റ്റാർട്ടഡ് ഓൺ 1 November 1931. ഇതിൽ ഒന്നാമത്തെയും നാലാമത്തെയുമാണ് ശരിയായിട്ടുള്ളത്. സ്ട്രഗിൾ ലീഡ് ബൈ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ 1946. പിന്നെ ദ സ്ട്രൈക്ക് സ്റ്റാർട്ടഡ് ഓൺ 1 November 1931. സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തത് നാലാമത്തെ അല്ല, രണ്ടാമത്തെ. എഗെയിൻസ്റ്റ് ദ ടൈറനി ഓഫ് CP രാമസ്വാമി അയ്യർ, ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ്. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ പുന്നപ്ര വയലാർ സ്ട്രഗിളിനെ കുറിച്ചിട്ടുള്ള 2 ഫാക്ട്സ് ഇതൊക്കെയാണ്. ഒന്ന്, എ സ്ട്രഗിൾ ലീഡ് ബൈ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ 1946 എഗെയിൻസ്റ്റ് ദ ടൈറനി ഓഫ് CP രാമസ്വാമി അയ്യർ, ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ്. എ ആണ് ശരിയായ ഉത്തരം. 1ഉം 2ഉമാണ് പുന്നപ്ര വയലാർ സ്ട്രഗിളിനെ കുറിച്ചുള്ള ഫാക്ട്സ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊണാർക്കി. എന്താണ് മൊണാർക്കിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻക്ലൂഡിങ് എലക്ഷൻ വിൽ ബി ബാൻഡ്. എല്ലാ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇലക്ഷൻ ഉൾപ്പെടെ എന്താണ് വിൽ ബി ബാൻ ചെയ്യാൻ പറ്റും. ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഇൻക്ലൂഡിങ് എലക്ഷൻ വിൽ ബി ബാൻഡ്. നെക്സ്റ്റ്, ഓൾ ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ 1 person. തേർഡ് വൺ, ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ്. 4, പവർ ഈസ് ട്രാൻസ്ഫേർഡ് ഹെറിഡിറ്റലി. അപ്പോൾ മൊണാർക്കിയുടെ ക്യാരക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 4ഉമാണ്. ഓൾ ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ 1 person. ഓൾ ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ 1 person. ഒരാളിൽ തന്നെയായിരിക്കും കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കും. എല്ലാ പവറും ഒരു പേഴ്സണിൽ ആയിരിക്കും. ഓൾ ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ 1 person. ഒരു പേഴ്സണിലായിരിക്കും സ്റ്റേറ്റിൻ്റെ എല്ലാ പവറും. രണ്ടാമത്തെ, പവർ ഇസ് ട്രാൻസ്ഫർ ഹെറിഡിറ്റലി. പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വരികയാണ്. ഒരു രാജാവിൻ്റെ മകന് പിന്നെ അടുത്ത ആൾ, അങ്ങനെ കൈമാറി വരുന്ന പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് മൊണാർക്കിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഫാക്ട്സ് ഇൻ കോളം ബി ദാറ്റ് മാച്ച് ദ ഫാക്ട് ഇൻ കോളം എ. കോളം എയിൽ ഒരു ഫാക്റ്റ് തന്നിട്ടുണ്ട്, അത് കോളം ബിയിൽ ഏതിനാണ് മാച്ച് എന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. മതത്തിനുള്ള അവകാശം അല്ലേ? ഏത് മതം തിരഞ്ഞെടുക്കുന്നതിനുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ?
റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ആർട്ടിക്കിൾ 25-ഉം ആർട്ടിക്കിൾ 26-ഉമാണ്. ആർട്ടിക്കിൾ 25-ഉം ആർട്ടിക്കിൾ 26-ഉം 3ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 to 7 ക്യാരി 2 സ്കോർ ഈച്ച്. താഴെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരാളുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഹൂ ഈസ് ദ പേഴ്സൺ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ ആരാണ് കാണുന്നത്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പേഴ്സൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള? ഇത് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഈ ആൾക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5ാമത്തേൻ്റെ ഉത്തരം ആരാണ് ആ പിക്ചറിൽ കാണുന്ന ആളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാട്. ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ദ പേഴ്സൺ ഇൻ ദ പിക്ചർ EMS നമ്പൂതിരിപ്പാട്. ഈ പിക്ചറിൽ കാണുന്ന ആളാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ദ ഗവൺമെൻറ് ലെഡ് ബൈ EMS came to power in Kerala through the general election held in February and March 1957. നെക്സ്റ്റ് EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് 2-3 പോയിന്റ്സ് എഴുതുകയാണ് വേണ്ടത്. ഇനി ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 5ാമത്തേൽ ബി ക്വസ്റ്റ്യൻ. Which are the geographical factors influence the different distribution of manufacturing industry? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വിച്ച് ആർ ദ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഏതൊക്കെയാണ്? ടോപ്പോഗ്രഫി, വെദർ, വാട്ടർ, എനർജി, റോ മെറ്റീരിയൽ. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? ടോപ്പോഗ്രഫി, വെദർ, വാട്ടർ, എനർജി, റോ മെറ്റീരിയൽസ്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. സിവിൽ റൈറ്റ്സ് ആർ വൺ ടൈപ്പ് ഓഫ് റൈറ്റ്. സിവിൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് റൈറ്റ്, അവകാശങ്ങളിൽപ്പെട്ടതാണ്. വാട്ട് ഓൾ ഡസ് ഇറ്റ് ഇൻക്ലൂഡ്? എന്തൊക്കെ ഇതിനകത്ത് വരും? സിവിൽ റൈറ്റ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഇക്വാലിറ്റി ബിഫോർ ദ ലോ, റൈറ്റ് ടു ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ, റൈറ്റ് ടു അസംബിൾ ആൻഡ് ഓർഗനൈസ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അപ്പോൾ സിവിൽ റൈറ്റ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഇക്വാലിറ്റി ബിഫോർ ദ ലോ, റൈറ്റ് ടു എ ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ, റൈറ്റ് ടു അസംബിൾ ആൻഡ് ഓർഗനൈസ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്, സിവിൽ റൈറ്റ്സിൽ ഇൻക്ലൂഡഡ് ആണ്. കമ്പയർ ആൻഡ് ലിസ്റ്റ് ദ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസ്. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഒരു കോളത്തിൽ ഫെറസ് മെറ്റലിനും നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസ് എന്നും കോളം കൊടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫെറസ് മെറ്റൽ എന്നും കൊടുക്കുക, നോൺ ഫെറസ് മെറ്റൽ എന്നും കൊടുക്കുക. അപ്പോൾ ഫെറസ് മെറ്റലിൽ ഏതൊക്കെ വരും? ഫെറസ് മെറ്റലിൽ അപ്പിയർ ഗ്രേ, മാഗ്നറ്റിക് ഇൻ നേച്ചർ, ഹെവി. ഫെറസ് മെറ്റലിൻ്റെ പ്രത്യേകത അപ്പിയർ ഗ്രേ, മാഗ്നറ്റിക് ഇൻ നേച്ചർ, ഹെവി. നോൺ ഫെറസ് മെറ്റലിൻ്റെ പ്രത്യേകത അപ്പിയർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, നോൺ മാഗ്നറ്റിക്, റിലേറ്റീവ്ലി ലൈറ്റ് വെയിറ്റ്. അപ്പോൾ ഫെറസ് മെറ്റലിൻ്റെയും നോൺ ഫെറസ് മെറ്റലിൻ്റെയും കമ്പാരിസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അപ്പിയർ ഗ്രേ, മാഗ്നറ്റിക് ഇൻ നേച്ചർ, ഹെവി ആയിരിക്കും. നോൺ ഫെറസ് മെറ്റലിൽ അപ്പിയർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, നോൺ മാഗ്നറ്റിക്, റിലേറ്റീവ്ലി ലൈറ്റ് വെയിറ്റ്. ഇത്രയാണ് എഴുതേണ്ടത് 7ാമത്തേൻ്റെ ഉത്തരമായിട്ട്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ഗുരുവായൂർ സത്യാഗ്രഹ ബേസ്ഡ് ഓൺ ദ ഹിൻസ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഹിൻറ്റുകൾ വച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ നമ്മൾ സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലുള്ളതൊക്കെ നോക്കുക. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് ഇയർ, കോഴ്സ്, ലീഡർഷിപ്പ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് നമുക്ക് നോക്കാം. നോക്കൂ. Guruvayur Satyagraha. The Guruvayur Satyagraha was movement that demanded all sections of Hindus be allowed to enter the Guruvayur temple. Guruvayur temple എല്ലാ ഹിന്ദുസിനെയും കയറാനുള്ള അനുമതിക്ക് വേണ്ടി അലോ ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് നടന്ന മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ എന്ന് പറയുന്നത്. ദ സത്യാഗ്രഹ ബിഗൻ ഓൺ November
1st November 1931 with the formation of a committee under the leadership of K. Kelappan and മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് വന്നത്? കെ കേളപ്പൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും ലീഡർഷിപ്പിലാണ് ഈ കമ്മിറ്റി ഇതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇത് തുടക്കം കുറിച്ചത് 1st November 1931 അപ്പോൾ ആ ഹിൻഡുകൾ വച്ചിട്ട് ആ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഹിൻഡുകൾ വച്ചിട്ട് ഇയർ എഴുതുക. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇയർ എഴുതുക, അതുണ്ടാവാനുള്ള കാരണം, കോഴ്സ് എഴുതുക, പിന്നെ ലീഡർഷിപ്പ് ആരായിരുന്നു, ഈ 3 കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ. മീഡിയയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് തന്നിരിക്കുന്നത്. ഇത് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രഡീഷണൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ. ട്രഡീഷണൽ മീഡിയയിൽ എന്തൊക്കെ വരും? പ്രിൻറ്റ് മീഡിയ, പിന്നെ ബ്രോഡ്കാസ്റ്റ് മീഡിയ. ഡിജിറ്റൽ മീഡിയയിൽ പിന്നെ എന്താ വരുന്നത്? സോഷ്യൽ മീഡിയ. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, അത് ശ്രദ്ധിക്കുക. 9th ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ കുറിച്ച് ഇപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിച്ച് ആർ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, റൈറ്റ് എനി 4. ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, എക്സാമ്പിൾ ഷുഗർ ഇൻഡസ്ട്രി. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി, എക്സാമ്പിൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. നെക്സ്റ്റ് കെമിക്കൽ ഇൻഡസ്ട്രി, എക്സാമ്പിൾ പെട്രോളിയം ഇൻഡസ്ട്രി. നെക്സ്റ്റ് ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി, എക്സാമ്പിൾ പേപ്പർ ഇൻഡസ്ട്രി. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി, കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രി, പിന്നെ ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി. എന്തിനു വേണ്ടിയിട്ടുള്ള ഓരോന്നാണെന്നുള്ളതും പഠിക്കുക. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ മലബാർ റെബലിയൻ വാസ് an anti-British and anti-landlord movement in Malabar. Justify the statement. ഇത് മലബാർ റെബലിയൻ എന്ന് പറയുന്നത് ആൻറ്റി ബ്രിട്ടീഷും ആൻറ്റി ലാൻഡ് ലോഡ് മൂവ്മെൻറ്റും ആയിരുന്നു എന്നാണ് പറയുന്നത് മലബാറിലെ. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മലബാർ കലാപത്തെക്കുറിച്ചാണ് നമ്മളോട് എഴുതാൻ പറയുന്നത്, മലബാർ റെബലിയനെ കുറിച്ച്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ്, സ്റ്റേറ്റ്മെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് മലബാർ റെബലിയൻ എന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. മലബാർ റെബലിയൻ വാസ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആൻഡ് ആൻറ്റി ലാൻഡ് ലോഡ് മൂവ്മെൻറ്റ് ഇൻ മലബാർ. ആ സെൻറ്റൻസ് ആദ്യം തന്നെ അതിനകത്ത് തന്നിട്ടുണ്ട് അല്ലേ. വെൻ ദ ടെനൻറ്റ് മൂവ്മെൻറ്റ് which was already active in Malabar was merged with the non-cooperation and Khilafat movement, it evolved into the Malabar Rebellion. In 1921, the rebellion spread to the taluks of Eranad, Valluvanad and Ponnani. Many people, including landlords, government officials and rebellious peasants, lost their lives. The British government suppressed the rebellion using the Malabar Special Police and the army. Prominent among those who led the Malabar Rebellion were Ali Musliar, Variyankunnathu Kunjamuhammad Haji and MP Narayana Menon. എന്താണ് ഈ ഭാഗത്ത് പറയുന്നത്? മലബാർ കലാപത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മലബാർ കലാപം എന്നത് എന്താണ്? മലബാറിൽ നടന്ന ഒരു ബ്രിട്ടീഷ് വിരുദ്ധവും ലാൻഡ് ലോഡേഴ്സിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത് മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പം മലബാറിൽ ഇതിനധികം തന്നെ എന്തുണ്ടായിരുന്നു? നടന്നുകൊണ്ടിരുന്ന കൃഷിക്കാരുടെ ഒരു പ്രസ്ഥാനം, അത് അസഹകരണ പ്രസ്ഥാനത്തോടും, അതാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോർപ്പറേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മളുടെ വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കുക, അവരുടെ സ്കൂളുകൾ ബഹിഷ്കരിക്കുക, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അസഹകരണ പ്രസ്ഥാനത്തോടും ഖിലാഫത്ത് പ്രസ്ഥാനത്തോടും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ 1921 ഈ കലാപം ഏറനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി എന്നീ താലൂക്കുകളിലേക്ക് വ്യാപിക്കുകയും ഭൂവുടമകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, കലാപത്തിൽ പങ്കെടുത്ത കർഷകർ ഉൾപ്പെടെ അനേകം പേർക്ക് അവരുടെ ജീവനൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം മലബാർ സ്പെഷ്യൽ പോലീസ് വിഭാഗവും സൈന്യവും ഉപയോഗിച്ചാണ് ബ്രിട്ടീഷ് സർക്കാർ ഈ കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയതിൽ പ്രമുഖരായിരുന്നു ആരൊക്കെ? ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജി ആൻഡ് പിന്നെ ആരാണ്? MP നാരായണ മേനോൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മലബാർ കലാപത്തെക്കുറിച്ച് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കുക, മലബാർ റെബലിയനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക.
നെക്സ്റ്റ്, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3. വിച്ച് ആർ ദി? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 11ാമത്തെ ഉത്തരം ഡയറക്റ്റ് പോളിസി ഏതാണ്? ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അപ്പോൾ ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3 പാർട്സ്. ഏതൊക്കെയാണ്? ലിബറൽ ഐഡിയാസ്, സോഷ്യലിസ്റ്റ് ഐഡിയാസ്, ഗാന്ധിയൻ ഐഡിയാസ്. അപ്പോൾ ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഏതൊക്കെയാണ്? എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3ആയിട്ടാണ്. ലിബറൽ ഐഡിയാസ്, സോഷ്യലിസ്റ്റ് ഐഡിയാസ്, ഗാന്ധിയൻ ഐഡിയാസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ ദ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് റൈറ്റ് എ നോട്ട്. മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസും കമ്പയർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെറ്റാലിക് മിനറൽസും ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഏതൊക്കെ കണ്ടിരുന്നു? ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് കണ്ടിരുന്നു. അതുപോലെ ഒന്ന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാലിക്കും നോൺ മെറ്റാലിക് മിനറൽസും. അപ്പോൾ എന്താണ് മെറ്റാലിക് മിനറൽസ്? മെറ്റാലിക് മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് ഇൻ നേച്ചർ ദാറ്റ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് മെറ്റൽ. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാകുന്നതാണ് മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് നാച്ചുറലിൻ്റെ തന്നെ എന്തുണ്ടാവും? മെറ്റലിൻ്റെ ഒരു ട്രേസ് അതിനകത്ത് ഉണ്ടാവും. ദ മെറ്റൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ മെറ്റാലിക് മിനറൽസ് ത്രൂ ദ റിഫൈനിങ് പ്രോസസ്സസ് യൂഷ്വലി ഹാർഡ് ആൻഡ് ലസ്റ്റേഴ്സ്. റിഫൈനിങ് പ്രോസസ്സിലൂടെയൊക്കെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. രണ്ടാമത്തെ നോൺ മെറ്റാലിക് മിനറൽസ് ആണ്. നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് വെച്ചാൽ മിനറൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ് ആർ കോൾഡ് നോൺ മെറ്റാലിക് മിനറൽസ്. For non-metallic minerals, properties such as hardness, luster and ductility are relatively low. Non-metallic mineralsൽ എന്താണ്? മെറ്റാലിക്കിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഹാർഡ്നെസ്, ലസ്റ്റർ, ഡക്റ്റിലിറ്റി ഒക്കെ കുറവായിരിക്കും. എന്നാൽ മെറ്റാലിക് മിനറൽസിൽ ഈ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാവും. ഹാർഡും ലസ്റ്ററൊക്കെ ഉണ്ടാവും. നോൺ മെറ്റാലിക് മിനറൽസിൽ ഈ പ്രോപ്പർട്ടീസൊക്കെ വളരെ കുറവായിരിക്കും. നെക്സ്റ്റ്, അപ്പോൾ നോൺ മെറ്റൽസും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് കമ്പയറിങ് കഴിഞ്ഞു. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഇൻഫർമേഷൻ ഇൻ കോളം ബി വിത്ത് കോളം എ. കോളം എയിൽ എന്തൊക്കെയാണോ അത് കോളം ബിയിലേക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലബാർ റെബലിയൻ, അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. മലയാളി മെമ്മോറിയൽ GP പിള്ളൈ, ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു, മലബാർ റെബലിയൻ വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി. ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് കേശവൻ. ആരാണ്? കേശവൻ. അപ്പോൾ മലയാളി മെമ്മോറിയൽ GP പിള്ളൈ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇതിൽ പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി നോക്കിയിട്ട് വേണം പോവാൻ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ആവർത്തിക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വീണ്ടും വരാം. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ മലയാളി മെമ്മോറിയൽ GP പിള്ളൈ, ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു, മലബാർ റെബലിയൻ വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് കേശവൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ. പാലിയത്തച്ചൻ വാസ് എ പേഴ്സൺ ഹു ഫോട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ആര്? പാലിയത്തച്ചൻ. പാലിയത്തച്ചനും ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത വ്യക്തിയാണ്. എക്സ്പ്ലെയിൻ ദ റീസൺ ആൻഡ് റിസൾട്ട് ഓഫ് ദ സ്ട്രഗിൾ. അതിൻ്റെ റീസൺ എന്താണ്? ആ സ്ട്രഗിളിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാലിയത്തച്ചൻ്റെ സ്ട്രഗിൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്ട്രഗിൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പാലിയത്തച്ചൻ ഹാഡ് ഒപ്പോസ് ദ interference of the British resident മക്കോളെ ഇൻ ദ ഇന്റേണൽ അഫേഴ്സ് ഓഫ് കൊച്ചി. കൊച്ചിയുടെ ഇന്റേണൽ അഫയേഴ്സിൽ, അതായത് ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്ന മക്കോളെ ഇടപെടുന്നത് പാലിയത്തച്ചൻ എതിർത്തിരുന്നു. ബിസൈഡ്സ് മാക്ലെ ഗേവ് ഷെൽട്ടർ ടു ആൻ എനിമി ഓഫ് പാലിയത്തച്ചൻ വിച്ച് വേഴ്സൺ ദ സിറ്റുവേഷൻ. മാക്ലെ എന്ത് ചെയ്തു? മക്കോളെ എന്ത് ചെയ്തു? പാലിയത്തച്ചൻ്റെ ശത്രുവിന് അതിൻ്റെ കൂടെ ഷെൽട്ടറും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സിറ്റുവേഷൻ ആകെ വേഴ്സ്റ്റായി, അതായത് കൂടുതൽ വഷളായി. മക്കോളെ എന്ത് ചെയ്തു? മക്കോളെ പാലിയത്തച്ചൻ്റെ എനിമിക്ക് ഷെൽട്ടറും കൂടെ കൊടുത്തതോടുകൂടി ആ പ്രോബ്ലം കൂടുതൽ വഷളാവുകയാണ്, സിറ്റുവേഷൻ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രഗിൾ ആൻഡ് റിസൾട്ട്, അതിൻ്റെ ആ സ്ട്രഗിളിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പാലിയത്തച്ചൻ ജോയിൻഡ് ഹാൻഡ്സ് വിത്ത് വേലുത്തമ്പി ആൻഡ് ലോഞ്ച്ഡ് എ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. എന്ത് ചെയ്തു? പാലിയത്തച്ചൻ വേലുത്തമ്പി തളവയുമായിട്ട് എന്ത് ചെയ്തു? കൈകോർത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ആരംഭിച്ചു. ഓൾത്തോ ഹി റെസിസ്റ്റ് ദ ബ്രിട്ടീഷ് സ്ട്രോങ്ലി ഹി വാസ് ഇവഞ്ച്വലി എക്സൈൽഡ് ടു മദ്രാസ് ബൈ ദ ബ്രിട്ടീഷ്.
അപ്പോൾ അദ്ദേഹം ശക്തമായിട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തെങ്കിലും അവസാനം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ എന്ത് ചെയ്തു, മദ്രാസിലേക്ക് നാടുകടത്തി. അപ്പോൾ ഈ പാലിയത്തച്ഛൻ അവർക്കെതിരെ ഇടപെടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന മക്കോളെ കൊച്ചിയുടെ ഇൻറ്റേർണൽ അഫേഴ്സിൽ, അതായത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും അതോടുകൂടി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എനിമി ശത്രുക്ക് ഷെൽട്ടർ കൊടുക്കുകയും ചെയ്തിരുന്നു. അതാണ് റീസൺ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പാലിയം സത്യാഗ്രഹ ആൻഡ് റൈറ്റ് എ നോട്ട്. പാലിയം സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു നോട്ട് എഴുതാൻ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു നോട്ടും എഴുതാനാണ്. അപ്പോൾ ഈ സത്യാഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ചു. ഇപ്പോൾ മലബാർ റിബല്ലിയൻ പറഞ്ഞു, പാലിയം സത്യാഗ്രഹം പറഞ്ഞു, അത് എല്ലാത്തിനെയും കുറിച്ച്, ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പാലിയം സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാലിയം സത്യാഗ്രഹ, ദ പാലിയം സത്യാഗ്രഹ ഓഫ് 1947-48 വാസ് അനദർ പ്രൊട്ടസ്റ്റ് ഇൻ കേരള ഫോർ ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പോൾ 1947-48 പാലിയം സത്യാഗ്രഹം എന്നത് കേരളത്തിൽ എന്താണ്, അൺടച്ചബിലിറ്റി, നമുക്ക് അൺടച്ചബിലിറ്റി അവസാനിപ്പിക്കുന്നതിനായി നടന്ന ഒരു സമരമായിരുന്നു. തൊട്ടുകൂടായ്മ, അതിനെതിരെ നടന്ന ഒരു സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം. ദ മാർജിനൈസ്ഡ് സെക്ഷൻ ഓഫ് ദ പീപ്പിൾ വെയർ പ്രൊഹിബിറ്റഡ് ഫ്രം വാക്കിംഗ് ഓൺ ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെസിഡൻസ് ഓഫ് പാലിയത്തച്ഛൻ അറ്റ് ചേന്ദമംഗലം ഇൻ കൊച്ചി. അപ്പോൾ കൊച്ചിയിലെ ചേന്ദമംഗലത്തുള്ള പാലിയത്തച്ഛൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള റോഡിലൂടെ നടക്കുന്നതിന് സമൂഹത്തിലെ ഈ താഴേക്കിടയിലുള്ള ജനങ്ങളെ, അല്ലേ, മാർജിനലൈസ്ഡ് സെക്ഷൻ, അവരെ വിഭാഗങ്ങളെ തടഞ്ഞിരുന്നു. ഈ പാലിയത്തച്ഛൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയുള്ള നടപ്പിന് മാർജിനലൈസ്ഡ് സെക്ഷനിലുള്ളവർ നടക്കുന്നതിന് വിഭാഗങ്ങളെ തടഞ്ഞിരുന്നു. അപ്പോൾ ദ പാലിയം സത്യാഗ്രഹ വാസ് ഓർഗനൈസ്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദിസ് ജസ്റ്റിസ്. അപ്പോൾ ഈ അനീതിക്കെതിരെ രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ സംഘടനകളൊക്കെ ചേർത്ത് പാലിയം സത്യാഗ്രഹം സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ദ ഗവൺമെൻറ് റെസ്പോണ്ടഡ് വിത്ത് അറസ്റ്റ് ആൻഡ് ടോർച്ചർ ടു സപ്രസ് ദ സത്യാഗ്രഹ ലെഡ് ബൈ സി കേശവൻ ആൻഡ് അതേഴ്സ്. സി കേശവനും മറ്റുള്ളവരൊക്കെ തുടങ്ങിയ ഈ സത്യാഗ്രഹത്തെ അടിച്ചമർത്താൻ സർക്കാർ അറസ്റ്റും പീഡനങ്ങളൊക്കെ നന്നായി ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്തു. In 1948, when all the temple in Kochi were open to everyone regardless of caste restriction and on walking along Palayam Road were lifted. 1948 കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുറന്നു കൊടുത്തു. തുറന്നതോടെ പാളിയം റോഡിലൂടെ നടക്കാനുള്ള വിലക്കുകളും നീക്കപ്പെട്ടു. അപ്പോൾ പാലിയം റോഡിൽ കൂടെ നടക്കാനുള്ള അവരുടെ വിലക്കുകളെയൊക്കെ അടിച്ചമർത്താൻ ഈ സത്യാഗ്രഹം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തെക്കുറിച്ച് ഇതുപോലെ നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തെക്കുറിച്ച് ഇതുപോലെ ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, direct democracy in its complete form cannot be seen anywhere in the world today. However, some of its devices still exist in many democratic systems. Which country still has device of direct democracy? അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇപ്പോഴും ഏത് കൺട്രിയിലാണ് ഡയറക്റ്റ് ഡെമോക്രസി നിലനിൽക്കുന്നത് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കൺട്രി സ്റ്റിൽ ഹാസ് ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി? ഏതാണ്? സ്വിറ്റ്സർലാൻഡ്. വിച്ച് ആർ ദ ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി? ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഡിവൈസസ് ഏതൊക്കെയാണ്? റെഫറൻഡം, റീകോൾഡ്, പ്ലെബിസൈറ്റ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സും ഇതിൻ്റെ വിശദീകരണം ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ 4 പോയിൻറ്റ്സും വിശദമായി തന്നെ പഠിക്കുക. ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് റെഫറൻഡം, റീകോൾ, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഇപ്പോഴും ഡയറക്റ്റ് ഡെമോക്രസിയുടെ സ്റ്റിൽ ഉള്ളത് ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണുള്ളത്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, അയൺ ഇൻഡസ്ട്രി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി.
ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അയൺ ഇൻഡസ്ട്രി ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യുക. ഇന്ത്യൻ എക്കണോമിയുടെ അടിത്തറ എന്ന് പറയുന്നത് അയൺ ഇൻഡസ്ട്രി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കാം. Justification of iron industry as the foundation of the Indian economy. The iron and steel industry support the other industries and service sectors and increase the country income. എന്താണ് ഈ ഇരുമ്പുരുക്ക് വ്യവസായം അല്ലേ, ഈ അയൺ സ്റ്റീൽ ഇൻഡസ്ട്രി എന്താണ് മറ്റ് വ്യവസായങ്ങളെയും അതുപോലെ സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദ ബിഗിനിങ് ഓഫ് ദ മോഡേൺ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡേറ്റ്സ് ബാക്ക് ടു 1907 when the Tata Iron and Steel Company was established at സച്ചി ജംഷഡ്പൂർ. അതായത് ഇതിൻ്റെ ആരംഭം ഈ ഇരുമ്പുരുക്ക് അല്ലെങ്കിൽ ഈ അയൺ സ്റ്റീൽ വ്യവസായത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 1907 തിരിച്ചു പോകുന്നത്. അന്നാണ് എന്ത് ചെയ്യുന്നത്, ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി സാങ്ചി എന്ന സ്ഥലത്ത് സ്ഥാപിതമായത്. ജംഷഡ്പൂരിലെ സാങ്ചി എന്ന സ്ഥലത്ത് സ്ഥാപിതമായത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് വെസ്റ്റ് ബംഗാൾ ഇൻ 1990 ആൻഡ് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇൻ കർണാടക ഇൻ 1923. അതിനുശേഷം എന്താണ് ഈ ഇന്ത്യൻ ഇരുമ്പുരുക്ക് കമ്പനി 1919 പശ്ചിമ ബംഗാളിലും മൈസൂർ ഇരുമ്പുരുക്ക് അതായത് വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ കമ്പനി 1923 കർണാടകയിലുമാണ് എന്ത് ചെയ്തത്, നിലവിൽ വന്നത്. After independence, the iron and steel industry in India grew rapidly. During the second 5-year plan, 3 integrated iron and steel projects were started at Bhilai, Rourkela and Durgapur with the help of the Soviet Union, Germany and Britain respectively. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ഈ അയൺ സ്റ്റീൽ വ്യവസായം വേഗത്തിൽ വളരുകയും രണ്ടാം 5 വർഷ പഞ്ചവത്സര പദ്ധതിക്കാലത്ത് എന്ത് ചെയ്തു, സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഭിലായ്, റൂർക്കോള, ദുർഗാപൂർ എന്നീ സ്ഥലങ്ങളിൽ എന്താണ് ഈ അയൺ സ്റ്റീൽ പദ്ധതികൾ ആരംഭിക്കുകയും പിന്നീട് ഇവിടെ പരിപാലനവും ഉത്തരവാദിത്തവും later the management and responsibility of this was taken over the government of organization Steel Authority of India Limited. പിന്നീട് ഇതിൻ്റെ പരിപാലനവും ഉത്തരവാദിത്തവും ഒക്കെ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പരിപാടികളൊക്കെ സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് അയൺ ആൻഡ് സ്റ്റീൽ വ്യവസായം എല്ലാ രാജ്യത്തെ മറ്റു മേഖലകളെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സാങ്ചി എന്ന സ്ഥലത്താണ് അത് സ്ഥാപിതമായത്. പിന്നെ ഇത് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി 1919 പശ്ചിമ ബംഗാളിലും മൈസൂർ അയൺ സ്റ്റീൽ വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ കമ്പനി 1923 കർണാടകത്തിലും നിലവിൽ വന്നു. പിന്നെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ അയൺ സ്റ്റീൽ വ്യവസായം വേഗത്തിൽ വളരുകയും രണ്ടാം പഞ്ചവത്സരക്കാലത്ത് സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഭിലായ്, റൂർക്കോള, ദുർഗാപൂർ എന്നീ സ്ഥലങ്ങളിൽ ഈ അയൺ സ്റ്റീൽ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമൊക്കെ സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതാണ് അയൺ സ്റ്റീൽ ഇൻഡസ്ട്രീനെ കുറിച്ച് ജസ്റ്റിഫൈ ചെയ്ത് എഴുതാൻ പറയുമ്പോൾ അയൺ സ്റ്റീൽ ഇൻഡസ്ട്രിയെ കുറിച്ച് വിശദമായിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.